ഹലോ എവ്രിവൺ. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഉള്ളത് ഗോള ഗവൺമെന്റ് കോളേജിലെ നമുക്ക് തന്ന രണ്ട് പേരാണ്. അതില് പ്രധാന വേഷത്തിലെത്തുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ശ്യാം, ഇസ്മായിൽ അല്ലേ. അപ്പൊ നമ്മള് തുടങ്ങുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് അത് ഓക്കെ ഓക്കെ. എൻ്റെ പേര് നിഷാം. ഞാൻ നിഷാം ഭയങ്കര എന്ന രീതിയിലാണ് ഇൻസ്റ്റഗ്രാമിൽ അറിയപ്പെടുന്നത്. ഞാനും പെങ്ങളൂടി ചെയ്യുന്ന പാത്തു ഷുക്കൂർ എന്ന റീലിൽ നിന്നാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. ഒരുപാട് വർഷമായിട്ട് സിനിമാ മോഹമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ജനീസ്ക എന്ന റീല് കണ്ട് അതിൽ നിന്നാണ് എനിക്ക് ആ ഒരു ചാൻസ്. ഇതിന്റെ സെയിം ഞാൻ പാത്തു ഷുക്കൂർ എന്ന സെയിം ഇതിലും അത് തന്നെ ഷുക്കൂർ എന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. ഇതെൻ്റെ 8ാമത് മൂവിയാണ്. കഴിഞ്ഞ വർഷം കൂടുതൽ ആലപ്പുഴ അങ്ങനെ പടത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നെ വിളിച്ചത് പ്രൊഡക്ഷൻ കൺട്രോൾ ഷൗക്കത്ത് വണ്ടൂരാണ്. ഡയറക്ടറെ ഒന്ന് മീറ്റ് ചെയ്തു. അതിൽ പിയാസ് എന്നൊരു കഥാപാത്രം ഒരു ക്ലബിന്റെ സെക്രട്ടറിയാണ്. ക്ലബിന്റെ ഗ്രൗണ്ട്, അതേപോലെ നാട്ടിൻപുറം, ലഹരി, അതുപോലെ തന്നെ ഫുട്ബോള്, അങ്ങനെ ഒരു നമ്മളൊരു മലപ്പുറം ജില്ലയെ ബേസ്ഡ് ആണെങ്കിലും മൊത്തം ഇപ്പം വേൾഡ് കപ്പിന്റെ ഒക്കെ സമയമാണല്ലോ, പിന്നെ തൂഫാനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു മെസ്സേജ് ഉള്ളൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റി. ക്യാരക്ടർ റോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. തന്ന സാധനം ഡയറക്ടറും അതേപോലെ തന്നെ നമ്മളെ ഒരു കഥാപാത്രം ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റി എന്നാണ് വിചാരിക്കുന്നത്. ഈ മലപ്പുറം ബേസ്ഡ് ആയ ഒരു മൂവിയാണ് പറഞ്ഞത്. ഇതിലെ ഈ മൂവിയിലെ ഏറ്റവും പ്രത്യേകത ഇതിന്റെ സ്ലാങ് ഭയങ്കര ലോക്കലായിട്ട് ആൾക്കാർ സംസാരിക്കുന്നത്, അവിടുത്തെ മെയിൻ ആൾക്കാർ നേറ്റീവ് ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയിലാണ് ഫുൾ പോണത് ഏത് ഭാഷയൊക്കെ. നിങ്ങളും നാട്ടുകാരെ അത് തന്നെയാണ്. സാധാരണ ഇപ്പോ സിനിമ കളിക്കുന്നത് മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലാണ്. അപ്പൊ നമ്മുടെ ഭാഷ ഇപ്പൊ കേരളത്തിൽ മൊത്തം എടുത്തിട്ടുണ്ട്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അത് ലോ നിലക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കാരണം ആൾക്കാർ അപ്പൊ എല്ലാ ഭാഷമാണോട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ മലപ്പുറം ഭാഷ ആൾക്കാർ കയ്യിലെടുത്തിട്ടുണ്ട്. ഇപ്പൊ മുമ്പ് MAT മൂസ പോലത്തെ സാധനം മൊത്തം കേരളത്തിൽ മലപ്പുറത്ത് മാത്രമല്ല ഓടിയിട്ടുള്ളത്, കേരളം മൊത്തത്തിൽ ഓടിയ ഒരു സീരിയൽ വർക്കായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമ അവരുടെ സുഡാനി ഫ്രം നൈജീരിയ അതൊക്കെ മലപ്പുറം സ്ലാങ്ങാണ്. അതേപോലെ തന്നെ ഞാൻ മലപ്പുറത്താണ്. ഞാൻ കരുവാരം കൊണ്ടാണ് പെരുന്തൽമണ്ണടുത്ത്, മലപ്പുറം ജില്ല. അപ്പൊ ഈ ഒരു ഭാഷ യൂസ് ചെയ്യുന്ന ഈസി ആയിരുന്നു. അതായത് ഇപ്പൊ ഓരോ പ്രദേശത്തിനനുസരിച്ചുള്ള ഒരു സ്ലാങ് അവർക്ക് സ്വന്തമായിട്ടുണ്ടാവും. ഇപ്പൊ കോട്ടയത്തിന് ഒരു ശൈലിയാണ്. ഇപ്പൊ സുരാജ് വെഞ്ഞാറമൂട് വന്നത് ട്രിവാൻഡ്രത്തിന്റെ ആ ഒരു സ്റ്റൈലിലാണ്. നമുക്ക് രാജമാണിക്യം ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ലാങ് വളരെയധികം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിലെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതി ആളുകൾക്ക് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരു ശൈലിക്കും ഏതൊരു ഭാഷയ്ക്കും ഞങ്ങളുടെ ഭാഷ ഞങ്ങൾക്കൊരു അഭിമാനമാണ്. അതേപോലെ തന്നെയാണല്ലോ മലയാളമല്ല, പക്ഷെ ഓരോ പ്രദേശത്തിന്റെയും രീതിക്കനുസരിച്ച് ഇപ്പോ കയ്യിന് ഞങ്ങൾ കജ്ജി എന്ന് പറയും, നിനക്ക് ഞാൻ ഇജ്ജ് എന്ന് പറയും. അങ്ങനെ അതൊരു പണ്ടത്തെ പഴമയാണ്. അതൊക്കെ നമ്മളെ പൈതൃകത്തിൽ നിന്ന് കിട്ടിയ സാധനമാണ്. അത് അങ്ങനെയാണ്. ഇപ്പം എന്നോട് സത്യത്തില് എന്താടാ സുഹൃത്തെ അതാണ് ചോദിക്കുന്നത്. എന്നോട് അത് കോട്ടയം ശൈലിയാണ്. അതേപോലെ തന്നെ ഓരോ ശൈലി. ഇപ്പൊ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ നമുക്ക് തമിഴ് സിനിമ കണ്ട ചിലപ്പോൾ നമുക്ക് തമിഴ് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ പഴനി പോലുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു സ്ലാങ് ആണ്. തഞ്ചാവൂർ പോയി കഴിഞ്ഞാൽ ഒരു സ്ലാങ് ആണ്. ഭാഷയിലല്ല, ഞങ്ങൾ വെക്കുന്ന പ്രമേയം, അതിൽ ഞങ്ങൾ വെക്കുന്ന ഓരോ ഡയലോഗ്സിന്റെ ആ ഒരു മോഡിഫിക്കേഷൻ, അതിൽ എങ്ങനെയാണ് പ്രശ്നം കത്തുന്നത് എന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഭാഷയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു കഥ പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊരു ആത്മബന്ധം ഉണ്ടാവും. ആ കഥാപാത്രത്തിനോട് ഞങ്ങൾക്ക് ഒരു എന്താ പറയാ, നമുക്കൊരു ഒരു വൈകാരികമായ ഒരു കണക്ഷൻ ഉണ്ടാവും. പിന്നെ അതിൽ വർക്ക് ചെയ്ത ആളുകൾ എല്ലാവരും ഒരു വളരെ ഫ്രണ്ട്ലിയിൽ വർക്ക് ചെയ്ത ആളുകളാണ്. കൈലാഷ് ചേട്ടൻ വളരെ സീനിയറായിട്ട് ആർട്ടിസ്റ്റാണ്. അഖിൽപ്രഭ 5-6 സിനിമകളിൽ വന്ന ഒരു നായകനാണ്. പക്ഷെ അപ്പൊ ഇതില് ഒരു വലിപ്പച്ചെറുപ്പില്ലാതെ ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ടീമായിട്ട് ഞങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഉള്ളതൊക്കെ പ്രേക്ഷക കയ്യിലാണ്. ഇവിടെ കോടികൾ മുടക്കുന്ന സിനിമകളും ചെറുതായി വരുന്ന സിനിമകൾ, സുഡാനി ഫ്രം നൈജീരിയ, അത് സഗരിയ, ആ ഒരു ടീമിന്റെ എന്താ പറയാ, തീർത്തും മലപ്പുറം ജില്ലേന്റെ സെവൻസിന്റെ കഥ പറഞ്ഞ ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് കയറി കത്തിയില്ലേ. ഇത് എന്താ നാളെ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സിനിമ തീർച്ചയായും മലപ്പുറത്തിന്റെ കഥ മാത്രമല്ല, ടോട്ടലി നമ്മൾ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന തൂഫാൻ പോലത്തെ വിഷയങ്ങളെ സംബന്ധിച്ചും അതേപോലെ വേൾഡ് കപ്പിന്റെ സംഭവമല്ലേ, ആ ടൈമായിട്ട് എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് അടിപൊളി സൂപ്പർ പടമാണ്.